ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2024 വേണ്ടിയുള്ള റാങ്ക് മേക്കിംഗ് സീരീസിന്റെ അടുത്തൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. CGL 2024 ബേസിക് ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലാത്തവർ അത് ചെക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ അഡ്വാൻസ്ഡ് മാത്സിൽ നിന്നുള്ള കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നല്ല ക്വസ്റ്റ്യൻസ് അത് എങ്ങനെ ചെയ്യണം, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം, അല്ലാതെ നിങ്ങൾ ചെയ്താൽ, അതായത് നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയിട്ട് എന്ത് ചെയ്യണ്ട, അവിടെ പോയി ലെങ്തി ആയിട്ടുള്ള, ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യം അറിയായിരിക്കും, പഠിച്ചിട്ട് കാര്യം അറിയാം, പക്ഷെ അവിടെ പോയി ലെങ്തി ആയിട്ട് എഴുതി കുളവാക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ അതാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായിരിക്കും നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് പ്രീവിയസ് ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. എന്ത് ചെയ്യുക, അതുപോലെ കണ്ട് ഇതും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് എല്ലാത്തിന്റെ ഡെമോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. CGL ബാച്ച് എടുക്കുമ്പോൾ അതിനകത്ത് ഫൗണ്ടേഷൻ ബാച്ചും അതുപോലെ CGL ഹയർ ലെവൽ ക്ലാസ്സുകൾ, മാത്സിന്റെ ഒക്കെ അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന, ഡെമോ കണ്ട് ക്ലാസ്സുകൾ നോക്കുക. എല്ലാ എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും ഉണ്ട്. ഇത് ഓഫ്ലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് ഓൾജിബ്ര എന്നുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് എ വാല്യൂ ഓഫ് ഇങ്ങനെ 5² 12x² 7y³ x = -4 ആൻഡ് y = -4. ഇവിടെ വേറെ വഴിയൊന്നുമില്ല, എക്സിന്റെ വൈയുടെ വാല്യൂ തന്നിട്ടുള്ളപ്പോൾ ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ ഒന്നും ആക്കാൻ പറ്റില്ല. a³ + b³ 3x³ ഒന്നും a³ b³ ഒന്നും വരുന്നതല്ല. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ, 3 × -4 3 × -4 ന്റെ ക്യൂബ്, അതായത് 3 × -4 ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -64. ഇനി അധികം 5 × x², എന്ന് പറഞ്ഞാൽ 16 × y എന്ന് പറഞ്ഞാൽ എത്ര, -1. അപ്പൊ -16 × 80 -80 ഒക്കെ എല്ലാം മൈനസാണ്. -80 വരും, 16 × 80 വരും. ഇനി 12 × x y², 12 × -4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, y² എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, 1 × -1 ന്റെ സ്ക്വയർ 1, x എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പൊ -48 വരും ഇവിടെ. പിന്നെ 7y³ എന്ന് പറഞ്ഞാൽ -1 ന്റെ ക്യൂബ് -1 ആണ്. അപ്പൊ -7 വരും. അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കും, ഓപ്ഷൻ ഇങ്ങനെ പല ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് എല്ലായിടത്തും ഇവിടെ -ഉണ്ട്, ഇവിടെ -ഉണ്ട്, ഇവിടെ -ഉണ്ട്, ഇവിടെ -ഉണ്ട്. അതായത് മൈനസ് കോമൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എല്ലാം കൂടെ കൂട്ടി എഴുതാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, യൂണിറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിന്റെ ഫുൾ വാല്യൂസ് നിങ്ങൾ 67 × 3 അങ്ങനെ ഒന്നും എഴുതാൻ നിൽക്കരുത്. ജസ്റ്റ് യൂണിറ്റ് മാത്രം നോക്കുക. എന്താ, ഇവിടെ 2 വരും, ഇവിടെ 2+, കാര്യം മൈനസ് കോമൺ എടുത്തേക്കോ, 2 + 0 + 8, 2ഉം 8ഉം 0 10 ആയി. പിന്നെ എന്തുണ്ട്, +7, അതായത് നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് എന്തായിരിക്കും, 7 ആയിരിക്കും. ഇങ്ങനെ യൂണിറ്റ് 7 വരുന്നത്, മൈനസ് കോമൺ എടുത്ത് ബാക്കി എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കൂട്ടാം. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, ആൻസർ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തന്നിരിക്കുന്ന ഇങ്ങനെ ആയിരിക്കും, a + b³ ഉണ്ടല്ലോ, a + b³ a³ b³ + 3ab അല്ലെങ്കിൽ 3a²b + 3ab², ഇങ്ങനത്തെ ഫോമുല ഉണ്ടല്ലോ. ഇപ്പൊ ചിലപ്പോൾ ഇതിലോട്ട് മാറ്റുന്ന രീതിയിൽ തന്നിരിക്കും ചിലതൊക്കെ, ഇത് എയും ബിയും എക്സും വൈയും വരുന്ന രീതിയിൽ. പക്ഷെ ഇവിടെ നമുക്ക് 3x³ കാണുമ്പോൾ നമുക്ക് അവിടെ എന്തല്ല, ഒന്നിനെ ക്യൂബായിട്ട് എഴുതാൻ പറ്റത്തില്ല, y³ 7y³ അങ്ങനെ ക്യൂബായിട്ട് എഴുതാൻ പറ്റത്തില്ല. അത് എന്തെങ്കിലും എന്ത് ചെയ്യണം, അങ്ങോട്ട് കൊണ്ട് അഡിഷനോ എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ടി വരും. അപ്പൊ അത് പെട്ടെന്ന് ഒറ്റ എഴുതുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയ വാല്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, വാല്യൂസ് ഇടുക. പക്ഷെ ചെയ്യുന്ന കാൽക്കുലേഷൻ, അത് എങ്ങനെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നു, അവിടെ ആ സമയത്ത് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു. ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ചെയ്തിട്ട് പോയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ ഒരു മെൻസുറേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, നിങ്ങൾ അത് എങ്ങനെ ചെയ്യും. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷേ നോക്ക് എല്ലാം 3 പോയിന്റ് വെച്ചുള്ള കാൽക്കുലേഷൻ. ഇതിന് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, നിങ്ങളൊരു ബുക്കും പേനയും ബുക്കിൽ നോക്കി മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, വോളിയം ഓഫ് എ സ്പിയർ എന്താണ്, 4/3 പൈക്ക് വരും 22/7, 4/3 πr³ ആണ് കേട്ടോ വോളിയം ഓഫ് എ സ്പിയറിന്റെ വോളിയം. ഓക്കെ, 4/3 πr³ ഞാൻ എഴുതാം. πr³ ആണ് എന്തെന്ന് പറയുന്നത്, സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, വോളിയം ഇവിടെ 4/3 × 22/7 × r³ 4.2ന്റെ ക്യൂബ്. അപ്പൊ ഇത് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. കാര്യം നമുക്ക് എന്താ, ഇവിടെ 0.2 അടിയിൽ എന്തില്ല, 2ഉം വരെ 5 ഒന്നുമില്ല, 5ഉം 2ഉം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരത്തുള്ളൂ, പോയിന്റ് വരത്തുള്ളൂ. 0.2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, 0.2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് മാറ്റി, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3 പോയിന്റ് മാറ്റി കുത്തുന്ന ആൻസർ ആയിരിക്കും. അപ്പൊ എല്ലാത്തിലും 3 പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ആൻസർ അപ്രോക്സിമേറ്റഡ് അല്ല. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൾട്ടിപ്പിൾ നോക്ക് 4.2 എന്ന് പറഞ്ഞാൽ എന്താ, 14 × 3, ഇതിനകത്ത് എന്തുണ്ട്, ഒരു 3 ഉണ്ട്. ഇവിടെ ഒരു 3 4.2ന്റെ ക്യൂബില്
മൂന്നുണ്ട്. ഒരു മൂന്നും ഈ താഴത്തെ മൂന്നുമായിട്ട് ക്യാൻസൽ ആവും. എന്നാലും ആരുണ്ട് ഇവിടെ? 2 3. 2 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് 9ന്റെ മൾട്ടിപ്പിൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഇത് അപ്രോക്സിമേറ്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്? ഇത് 9ന്റെ മൾട്ടിപ്പിൾ. 9ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ചെയ്തുകൊണ്ട് 9 4 3 7 9 8 ഇതല്ല. 4 6 13 15 20. 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 7 2 9 9 നോക്കണ്ട. 10 4 14. 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇതായിരിക്കും 4 8 14 4 18. 9ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഡി. 9ന്റെ മൾട്ടിപ്പിൾ ചെയ്യുന്ന എല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. 9ന്റെ മൾട്ടിപ്പിൾ നോക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പം രണ്ടെണ്ണം വന്നിരുന്നെങ്കിൽ നമുക്ക് ചെയ്യേണ്ട എന്താ? 4/3 22/7 രണ്ടെണ്ണം 9ന്റെ മൾട്ടിപ്പിൾ വന്നു വെച്ചോ. 4/7 × 4.2 × 4.2 × 4.2 ഇതല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു 7 3 21 ഇതുമായിട്ട് വെട്ടി എന്താവും? 0.2 ആവും. അപ്പൊ എന്നാലും എന്തുണ്ട് ഇവിടെ? 9ന്റെ മൾട്ടിപ്പിൾ ഓൾറെഡി ഉണ്ട്. 9ന്റെ മൾട്ടിപ്പിൾ ആണ് ഈ ആൻസർ. 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ ഇവിടെ 22 ഉണ്ടായിട്ട് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. നോക്കിയാൽ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ട്? 42 4.2 എന്തുണ്ട്? 7 ഉണ്ട്. ഈ നമ്പർ ഇതെന്തായിരിക്കും? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇങ്ങനെയുള്ള എന്ത് ചെയ്യണം? ഈ ഒരു മൾട്ടിപ്പിൾ ഒക്കെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരാളെ പഠിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 4/3 πr³ എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. പക്ഷെ അത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ റിയൽ ടൈമിൽ എക്സാമിൽ. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രീവിയസ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. എങ്ങനെ ആര് ചെയ്യുന്നു? ഇത് നമുക്ക് ഒരുപാട് പാടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ആൻസർ ചെയ്യുന്ന എന്താണ്? പാടുള്ള പരിപാടിയാണ്. അത് പ്രാക്ടീസിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 9 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അടുത്ത പരിപാടി നോക്കുക. അല്ലാതെ ഫുൾ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഒരിക്കലും 4 × 88 × അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞു തരുമ്പോഴാണ് ഇത്ര സമയം എടുക്കുന്നത്. നോക്കി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇത് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലേറ്റസ്റ്റ് എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് cos 36 + a × cos 36 - a പ്ലസ് അങ്ങനെ തന്നിട്ടുണ്ട്. cos 54 - a. അപ്പൊ നമുക്ക് എന്താ? ഇത് എയുടെ ടേംസിലാണ്. നമുക്ക് എയുടെ വാല്യൂവിനനുസരിച്ചിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒറ്റ കാര്യം നോക്കി ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഈ ക്വസ്റ്റിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്യാം. ചിലപ്പോൾ ഈ 57 വരെ വേറെ വാല്യൂ വരുന്നുള്ളൂ. ഇത് 36 ഇത് 57 ഓക്കെ. അതായിരിക്കും ചിലപ്പോൾ അടുത്ത മോഡൽ. എന്ത് ചെയ്യുക? ജസ്റ്റ് എക്ക് എത്ര കൊടുക്കുക? 54 ഡിഗ്രി നിന്ന് കൊടുത്ത് നോക്കുക. എക്ക് 54 ഡിഗ്രി കൊടുക്കുമ്പോൾ എന്താ ഗുണം? ഇവിടെ cos 54 - 54, അതായത് cos 0 ആണ്. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ട്രിഗണോമെട്രിയുടെ ബേസിക് വീഡിയോ ഉണ്ട്. വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാം? നിങ്ങൾ അതിന് നിങ്ങളുടെ കമന്റ് റിപ്ലൈ ആയിട്ട് അതിന്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഇതെന്ത് വരും? എക്ക് 54 കൊടുക്കുമ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതെന്ത് വരും? cos 57 + 57. ഇവിടെ എന്ത് വരും? cos 108 വരും. ആദ്യത്തെ കേസ് എന്ത് വരും? ഇവിടെ 57 എടുക്കുമ്പോൾ cos 36 + 54. 36 + 57 എന്ന് പറയുമ്പോൾ cos 90 ആണ്. cos 90 0 ആണ്. അപ്പൊ 0 × ഇതിന്റെ ഏത് വാല്യൂ എന്തായിക്കോളും? ഇവിടെ എന്താവും? 0. അപ്പൊ നമ്മുടെ ആൻസർ എക്ക് 54 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരണം ആൻസർ? എക്ക് 57 കൊടുക്കുമ്പോൾ cos 108 ആയിരിക്കണം നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസർ വരുന്നത്. എക്ക് 57 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇത് sin 108 ആണ്. ഇതല്ല. ഇത് cos 54 വരും. ഇതല്ല. sin 54 വരും. ഇത് നോക്ക് cos 2a. cos 54 × 2 108. ഇത് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരിക്കും ബെസ്റ്റ് മെത്തേഡ്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ ഇതുപോലെ തന്നെ ഇത് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ cos a cos b അല്ല, അങ്ങനെ cos a cos b + sin a sin cos a cos b + cos a ഇല്ല, അങ്ങനെ വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? അല്ലാതെ cos 36 + a സൈൻ്റെ ടേംസിലോട്ടാക്കി അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷെ ഇവിടെ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിന് ആൻസർ കിട്ടും. അപ്പൊ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്ത് ചെയ്യും? ഇതേ ടൈപ്പ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒന്നിനെ 0 ആക്കാൻ നോക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് പഠിച്ചോളാം. ഇന്ന് നിങ്ങൾക്ക് എവിടെയും യൂട്യൂബിൽ കിട്ടില്ല. ഓക്കെ, യൂട്യൂബിൽ ഒരിടത്തും ഇതിൽ ഇങ്ങനെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടില്ല. ഇതേ ക്വസ്റ്റ്യൻസ്, ഈ ക്വാളിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? അവൈലബിൾ ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു റാങ്ക് മേക്കിംഗ് സീരീസ് അത്ര സീരിയസ് ആയിട്ട് കണ്ട് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഡയറക്റ്റ് പാട് വരുന്ന ക്വസ്റ്റ്യൻസ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഈ ഒരു സീരീസിൽ നിന്നും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഓൾജിബ്രയുടെ ക്ലാസ് നമ്മുടെ CGL 2024 പ്ലേലിസ്റ്റിലെ ഫസ്റ്റ് 2 ക്ലാസ്സിൽ ഓൾജിബ്രയുടെ ക്ലാസ്സുകൾ. അപ്പൊ അതിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾജിബ്രയുടെ വേറെ ക്ലാസ്സുകളുണ്ട്. അതും അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് 2 ക്ലാസ്സിൽ നമ്മൾ JCB മെത്തേഡ് ഒക്കെ പറയുന്നത്. ഇതിന്റെ ബേസും അതേപോലെ JCB മെത്തേഡും അത്ര ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത്ര ക്ലിയർ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കണമെന്നുണ്ട്, വേഗത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. വേഗത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കണ്ട് പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ X + 1 ബേസ് വന്നിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ എക്സൈസ് 6 ആണ്. എക്സൈസ് 6 നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇതിനകത്ത് നിന്ന് കുറച്ച് ചിലവർ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. ഇത് കണ്ടിട്ട് തന്നെ x² + 1/x². ഇപ്പൊ ഞാൻ എഴുതാൻ എഴുത്തു തുടങ്ങും. x² + 1/x² = 7ന്റെ സ്ക്വയർ -2. അത് എഴുതിയില്ലെങ്കിൽ 47. ഇനി അടുത്ത ഇതിന് എന്ത് ചെയ്യും? ക്യൂബ് x³ + 1/x³ = a³. 47ന്റെ ക്യൂബ് -3 × 47. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരുടെ സെലക്ഷൻ എന്താണ്? അവിടെ സെലക്ഷന്റെ
ചാൻസ് വളരെ കുറവാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനെ സ്ക്വയർ ചെയ്യുക, അതിന്റെ ക്യൂബ് എടുക്കുക. ഈ രണ്ട് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഓൾജിബ്രയുടെ ഈ രണ്ട് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സംഭവം എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എങ്ങനെയാണ് പവർ കൂടുന്നത്, ഇൻക്രീസിംഗ് പവർ, ഡിക്രീസിംഗ് പവർ എല്ലാം മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്ക്, എക്സ് പ്ലസ് 1 ബേസ് 7 ആണെങ്കിൽ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 1 ബേസ് സ്ക്വയർ എത്രയാണ്? 7 സ്ക്വയർ മൈനസ് 2 47 ആണ്. അപ്പൊ നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് 1 ബേസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ക്യൂബ് മൈനസ് 3k ആണ്. കെ ക്യൂബ് മൈനസ് 3k ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? കെ ഇൻറ്റു കെ സ്ക്വയർ മൈനസ് 2 എന്ന് എഴുതും. എത്രയാണോ വാല്യൂ അതേ ഇൻറ്റു അതിന്റെ സ്ക്വയർ മൈനസ് 2. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന്റെ തൊട്ടടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 1 ബേസ് സ്ക്വയറിന്റെ വാല്യൂ, അതായത് 47 ഇൻറ്റു 47ന്റെ സ്ക്വയർ മൈനസ് 2 ആണ്. അപ്പൊ 47ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 47ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2209 ആണ്. അപ്പൊ 47ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 3 കുറഞ്ഞു. അതെല്ലാം സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, ഇതെല്ലാം ക്ലാസ്സിൽ നമ്മൾ SSC GD 2022 അതിൽ എങ്ങനെ വേഗം കണ്ടുപിടിക്കാൻ ഒക്കെ എന്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ സ്ക്വയർ ആൻഡ് ക്യൂബ് ദിശ അക്കാഡമി എന്ന് മാത്രം സെർച്ച് ചെയ്താൽ എന്തുണ്ട്? ആ വീഡിയോ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് കെ സ്ക്വയർ മൈനസ് 2 എന്ന് പറയുമ്പോൾ കെ ക്യൂ മൈനസ് 3k, കെ സ്ക്വയർ മൈനസ് 3. ഓക്കെ, അപ്പൊ എന്ത് വരും? 2209 മൈനസ് 3 2206 എന്ന് വരും. 2206 എന്ന് വരും. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇപ്പൊ 7 6 42 രണ്ടിലാണ് അവസാനിക്കുന്നത്. എല്ലാം എന്താണ്? എല്ലാ ഓപ്ഷൻ രണ്ടിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ആ പരിപാടി പൊളിഞ്ഞു. ഇനി അടുത്ത എന്ത് ചെയ്യാം? ഡിറ്റിസം നോക്കാം. ഡിറ്റിസം നോക്ക്. ഇവിടെ 11 11 2 4 6 10 ഡിറ്റിസമിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. 4 10 1 2 1 ഡിറ്റിസം 2 വരും. ഇത് നോക്ക്, 6 3 9 8 1 9 നോക്കണ്ട, ഇവിടെ 3 ഇതല്ല. 6 3 9 8 2 10 1 11 രണ്ടാണ് ഡിറ്റിസം നോക്കാം. 8 1 9 നോക്കണ്ട, 8 3 11 2 13 13 4 ഇതല്ല. അടുത്ത 4 8 9 6 3 9 2 അപ്പം നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. എന്നാലും ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ഡിയും എന്താണ് അവിടെ കിടക്കുന്നത്? ഡിറ്റിസം എന്തായി? ഏകദേശം ഒന്ന് ഫെയിൽ ആയി. ഇനി എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഇനി നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കാം. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 47 ഗുണം ഇവിടെ 0 ആണ്. അപ്പൊ 47 ഗുണം 6 ചെയ്തത് 47 ഗുണം 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 240 അടുത്ത് 42 282. അതായത് 82 അവസാനിക്കുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി. ഡിറ്റിസമ്മും ചെയ്തു, പിന്നെ ഓപ്ഷൻ ബി 682 അവസാനിക്കുന്ന ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനിയിപ്പോ ഇവിടെ 47 ഗുണം 27 26 എന്ത് ചെയ്തേ? ഇവിടെ 26 എന്ത് ചെയ്തേ? ഇപ്പൊ ജസ്റ്റ് ചെയ്യണേ. 26 7 എത്രയാണെന്ന് അറിയാം. ഇതിനൊക്കെ കാൽക്കുലേഷൻ ഡെയിലി ചെയ്യാം. എത്രയാണ്? 140 42 152 പിന്നെ 18 26 ഗുണം 4 നോക്കുക, എത്രയാണ്? 104 18 104 122. ഓക്കെ, അങ്ങനെ ചെയ്യുക. അപ്പൊ 22 അവസാനം. അങ്ങനെ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇത് ഇനി ഡീറ്റെയിൽ വഴി എന്താണ്? എക്സ് പ്ലസ് 1 ബേസ് കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് 1 ബേസ് പറഞ്ഞാൽ എന്താണ്? കെ സ്ക്വയർ മൈനസ് 2 ആണ്. ഓക്കെ, അതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൾജിബ്രയുടെ നമ്മുടെ CGL 2022 പ്ലേലിസ്റ്റിന്റെ ആദ്യത്തെ 2 ക്ലാസ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ബേസ് സ്ക്വയർ എന്ത് കിട്ടും നമുക്ക്? 7 സ്ക്വയർ മൈനസ് 2 47. പിന്നെ എന്ത് ചെയ്യണം? ഇതിന്റെ ക്യൂബ് എടുക്കുവാണ്. എക്സ് 6 വരും, 1/x6 വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ഇത് കാണുക. 47ന്റെ കെ ക്യൂബ് മൈനസ് ഇൻറ്റു 3 ഇൻറ്റു 47. ഇതിനെയാണ് നമ്മൾ 47 കോമൺ എടുത്താൽ 47ന്റെ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 3 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റിസം ഇവിടുന്ന് അപ്പൊ ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റിയ അത്രയും സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിറ്റിസം ഒക്കെ യൂണിറ്റ് ഒക്കെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ മൾട്ടിപ്പിൾ നോക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് എന്ത് ചെയ്തത്? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഫുൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരരുത്. അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യണം? കാൽക്കുലേഷൻസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് അവിടെ പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? പേടിച്ചു പോകും. ഒരിക്കലും നിങ്ങൾക്ക് സമയത്ത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പ്രഷർ തന്നെ എന്ത് ചെയ്യും? ബിൽഡപ്പ് ചെയ്ത് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് x⁴ + 1/x⁴. അപ്പൊ ഇതേ കാര്യം ഓൾജിബ്രയുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ JCB മെത്തേഡ് പഠിച്ചു. അപ്പൊ JCB മെത്തേഡിൽ പഠിച്ച അതേ കാര്യം അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണിത്. x⁴ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് വാല്യൂ ഓഫ് x⁵ + 1/x⁵. x⁵ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ വേഗത്തിൽ ചെയ്യുന്നത്? ഒരാൾ ഇത് നന്നായിട്ട് പഠിച്ചുകൊണ്ടുവന്ന ഒരാൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. x⁵ + 1/x⁵ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ടേം ഇൻറ്റു ക്യൂബിന്റെ ടേം മൈനസ് x + 1/x. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ x⁵ ഞാൻ ഒന്നുകൂടെ എഴുതാം. x² എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ JCB വെച്ചിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യാം? അത് എങ്ങനെ വേഗത്തിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരാൾ എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചത്. x² + 1/2 എന്ന് പറഞ്ഞാൽ √k+2 ആണ്. അതെല്ലാം JCB മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് JCB മെത്തേഡ് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? കമന്റിൽ നമ്മൾ ആ വീഡിയോ എന്ത് ചെയ്യാം? പിൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. x² + 1/2 സ്ക്വയറിന്റെ വാല്യൂ എന്ത് വരും? √256 എത്ര വരും? 16. ഇപ്പൊ മനസ്സിലാവാത്തൊരു കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യാം? ഒന്നുകൂടെ പറയാം. പഠിച്ചവർ ചെയ്യുന്ന വഴിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇപ്പോൾ ക്ലിയർ ആക്കി തരാം. ഇനി 16 കിട്ടി. ഇവിടെ ക്യൂബ് വാല്യൂ വരും മൈനസ് ഇതിന്റെ വാല്യൂ. ഇതിന്റെ x + 1/x എന്ന് പറഞ്ഞാൽ √18 16 + 2 √18 എന്ന് പറഞ്ഞാൽ എത്ര? 9 2 3√2 എന്ന് വരും. 3√2 എന്ന് വരും. ഇവിടെ എന്ത് വരും? ക്യൂബ് വേണം. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പൊ പഠിച്ചോളൂ. എന്താണ് ക്യൂബിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? k ഇൻറ്റു k² - 3. k ഇൻറ്റു k² - 3. അതായത് ഇവിടെ k എന്ന് പറഞ്ഞാൽ എത്രയാണ്? k എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 16 ആണ്. 16 ഇൻറ്റു 16ന്റെ സ്ക്വയർ
16 ഇൻറ്റു കെ സ്ക്വയർ 16 സ്ക്വയർ 256 മൈനസ് 3 253 അല്ലെ. കെ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ എന്താ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു ഓക്കെ കെ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഓക്കെ എക്സ് പ്ലസ് 1 ബൈ എക്സ് എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ കെ ക്യൂബ് എക്സ് ക്യൂബ് മൈനസ് അത് എന്താണോ ഉള്ളത് എക്സ് പ്ലസ് 1 ബൈ എക്സ് കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ കെ ക്യൂബ് മൈനസ് 3 കെ. കെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യൂബ്. ഇവിടെ കെ എടുക്കുമെന്ന് പറഞ്ഞാൽ 3√2 ഇൻറ്റു കെ സ്ക്വയർ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 മൈനസ് 3 എന്ന് വെച്ചാൽ 15. ഓക്കെ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 3√2 ഇൻറ്റു 15 മൈനസ് 3√2 ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഓപ്ഷനകത്ത് നിന്ന് ഇതിന്റെ ഒരു വഴി ഞാൻ പറഞ്ഞത് ഈ കാൽക്കുലേഷൻ എങ്ങനെ നിങ്ങൾ ചെയ്യും. ചുമ്മാ ഇങ്ങനെ 16 ഒന്നും ചെയ്യണ്ട 16 ഇൻറ്റു 15 ഒന്നും ചെയ്യണ്ട എന്ത് ചെയ്താ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 16 ഇൻറ്റു 15 240 240 ഇൻറ്റു 3 720 720 √2 മൈനസ് 3√2 എത്രയാണ് 717 √2. ഓപ്ഷൻ എ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറെ വഴി കൊണ്ട് എന്ത് ചെയ്യാം വേറെ വഴി യൂണിറ്റ് ചെയ്ത് ചെയ്യാം. ഈ ക്വസ്റ്റൻ എങ്ങനെ യൂണിറ്റ് ഡീറ്റെയിൽ ചെയ്യാം. വലിയ ക്വസ്റ്റൻ ആണെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ റൂട്ട് ഉണ്ട് ആൻസറിലെല്ലാം എന്തുണ്ട് റൂട്ടിന് എന്ത് ചെയ്യണ്ട നിങ്ങൾ നോക്കണ്ട. പിന്നെ യൂണിറ്റ് ഇത്ര വരും ഇവിടെ 5 5 6 30 0 വരും 0 മൈനസ് 3 7 യൂണിറ്റ് വരും. യൂണിറ്റ് 7 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതെങ്ങനെ ചെയ്തതെന്ന് പറയുന്നത് x⁵5 പ്ലസ് 1 ബൈ x⁵5. ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാം x⁵5 പ്ലസ് 1 ബൈ x⁵5 ഇതെല്ലാം ആ ഒരു ഓൾജിബ്രയുടെ 2 ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം x സ്ക്വയർ പ്ലസ് 1 ബൈ x സ്ക്വയർ ചെയ്യുക ഇൻറ്റു എക്സ് ക്യൂബ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. എക്സ് ക്യൂബ് ബൈ 1 ബൈ എക്സ് ക്യൂബ് ചെയ്യുക മൈനസ് എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഇത് എന്ത് കിട്ടും നമുക്ക് x⁵5 പ്ലസ് 1 ബൈ x സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ സ്ക്വയർ എങ്ങനെ കിട്ടുന്നത് ഹയർ പവർ ടു ലോവർ പവർ. അതാണ് എന്തെന്ന് പറയുന്നത് JCB മെത്തേഡ്. വളരെ ഇമ്പോർട്ടന്റ് മെത്തേഡാണ്. ഇതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഇത്രയും സ്റ്റെപ്പിലാണ് എന്ത് ചെയ്തത് ഈ ഒരു വലിയ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ബുക്കിലൊക്കെ കാണുമെങ്കിൽ വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്തത്. അപ്പോൾ x⁴ നിന്നും എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു എക്സ് പ്ലസ് 1 ബൈ എക്സ് കണ്ടുപിടിച്ചു. ഇപ്പം x⁴ പ്ലസ് 1 ബൈ x⁴ k ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും √k+2. പിന്നെ അതിന്റെ വാല്യൂ m ആണെങ്കിൽ എല്ലാ JCB പറഞ്ഞിട്ടുണ്ട് എത്രയാണോ വാല്യൂ പ്ലസിലോട്ട് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യാം +2 ചെയ്യാം. ഓക്കെ k+2. ഇപ്പൊ ഇവിടെ √18 അതാണ് ഈ 3√2 എന്ന് പറയുന്നത്. ഇതിന് വരെ √18 ആണ് അതാണ് 3√2. എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ പഠിച്ചത് കെ ക്യൂബ് അല്ലെങ്കിൽ ഇതിന്റെ ക്യൂബ് മൈനസ് 3k അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം k ഇൻറ്റു കെ സ്ക്വയർ മൈനസ് 3. ഇതൊക്കെ ഇവിടെ എന്ത് ചെയ്യാം ഈ ഒരു ഫോമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ് പ്ലസ് 1 ബൈ എക്സ് കെ ആണെങ്കിൽ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. കെ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് എത്ര ആയിരിക്കും കെ ക്യൂബ് മൈനസ് 3k. നമുക്ക് എന്ത് പറയാം k ഇൻറ്റു കെ സ്ക്വയർ മൈനസ് 3. അപ്പൊ ഇത് ചില സമയത്ത് എന്ത് ചെയ്യും നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഫോമുലയായിട്ട് മാറും. ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യും ഇവിടെ ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ നിങ്ങളുടെ മെത്തേഡ്സ് എല്ലാം എന്ത് ചെയ്യുക പഠിക്കാം. ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ മാത്സ് എന്ന് പറയുന്നത്. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് എന്ത് ചെയ്യാം നിർത്താം. ഇത് ജോമെട്രിയിലെ ക്വസ്റ്റ്യൻ. ഓക്കെ ജോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ XYZ കോൺഗ്രുവന്റ് ആണ്. അതായത് ഇതിന്റെ എല്ലാ വശങ്ങളും മറ്റേന്റെ 2 ട്രയാങ്കിളുടെ എന്തായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വശങ്ങളെല്ലാം ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇതിനാണ് നമ്മൾ കോൺഗ്രുവന്റ് എന്ന് പറയുന്നത്. സിമിലാരിറ്റി അല്ല കോൺഗ്രുവന്റ്. ഓക്കെ അപ്പൊ ഈ ചിഹ്നം എന്തിന്റെയാണ് കോൺഗ്രുവൻസി ഇടുന്നത് കോൺഗ്രുവൻസി. ഓക്കെ ഇത് എന്ത് ചെയ്യാം നമുക്ക് പേനെടുക്കാൻ ചെയ്യാം. നോക്ക് XYയും LM ഈക്വൽ ആയിരിക്കും. XYയും LM ഈക്വൽ ആയിരിക്കും. 2m പ്ലസ് 1 വാല്യൂ 5 2m എന്ന് പറഞ്ഞാൽ 4 m എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും 2 എന്ന് കിട്ടും. ഓക്കെ 4/2. ഇനി അടുത്ത XZ ആണ് YZ ആണ് MR എന്ത് ചെയ്യുക കറസ്പോണ്ടിങ് YZ ആണ് MR ഇപ്പൊ 2p പ്ലസ് 2 ആണ് 8 2p എന്ന് പറഞ്ഞാൽ 6 p എന്ന് പറഞ്ഞാൽ 3. ഓക്കെ p എന്ന് പറഞ്ഞാൽ 3. ഇനി x ഇനി എന്താ ബാക്കിയുള്ളത് XZഉം LR ഈക്വൽ ആണ്. XZ 7 ഉണ്ട് LR എന്ന് പറഞ്ഞാൽ 2x - 1 2x - 1 7 വരണമെങ്കിൽ എക്സിന്റെ വാല്യൂ വരണം 4 വരണം. 4ന്റെ 8 - 1 എക്സിന്റെ വാല്യൂ 4 വന്നു. നമുക്ക് എന്ത് വരും 6 3 7 2 9. ഓപ്ഷൻ സി എന്ത് ചെയ്തു മാർക്ക്. അപ്പൊ നമ്മളിവിടെ എഴുതിയത് എത്രയാണ് എഴുതിയത് ഈ ഒരു ഇത്രയും കാര്യം മാത്രമാണ്. നിങ്ങൾ ബുക്കിൽ നിങ്ങളുടെ പേപ്പറിൽ എഴുതുന്നത് ഇത്രയാണ്. അതായത് ചില ആൾക്കാരുണ്ട് നിങ്ങൾ നോക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് എത്ര പേര് ഇങ്ങനെ എഴുതുന്നു YZ ഈക്വൽ അതായത് 2m പ്ലസ് 1 ഈക്വൽ ടു ഏതാണ് LM ആണ്. LM എന്ന് പറഞ്ഞാൽ 5 അതിന് 2m ഈക്വൽ ടു 4 ഇങ്ങനെ എഴുതുന്ന ആൾക്കാരാണ്. m ഈക്വൽ ടു 4/2 ഇങ്ങനെ എഴുതും. അടുത്ത ഇങ്ങനെ എഴുതുന്ന എത്ര ആൾക്കാരുണ്ട് നോക്കും. YZ 2p പ്ലസ് 2 ഈക്വൽ ടു YZ MR ആണ് 8 അതുപോലെ 2p എന്ന് പറഞ്ഞാൽ p ഈക്വൽ ടു 3 ഇങ്ങനെ എഴുതുന്ന ആൾക്കാർ. ഇനി അടുത്ത 7 XZ 7 ഈക്വൽ ടു XZ ആണ് ഏതാണ് LR എന്ന് പറഞ്ഞാൽ എത്രയാണ് LR 2x - 1 ഇതെന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യും m പ്ലസ് x പ്ലസ് y ഇങ്ങനെ എഴുതുന്ന വല്ല ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് എക്സാം വലിയ അപ്രോച്ച് എന്ന് വെച്ചാൽ എക്സാമിന് ചെയ്യേണ്ട പ്രാക്ടിക്കലായിട്ടുള്ള എന്തെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ മുന്നോട്ട് പോവുക. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ റാങ്ക് മേക്കിംഗ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന്
നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ എങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണം, കൂടുതൽ നല്ല ക്ലാസ്സുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം നിങ്ങളുടെ. ഇപ്പം ബേസിക് ക്ലാസ്സിൽ ഇട്ടാലേ കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സുകളുടെ ഇത് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നല്ല ക്ലാസ്സുകൾ വേണമെങ്കിൽ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അപ്രീസിയേഷനും നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് റാങ്ക് മേക്കിംഗ് സീരീസ് ചിലപ്പോൾ ടോപ്പിക് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ മിക്സ്ഡ് പ്രാക്ടീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ ഒരു ഫ്രീഡത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും അങ്ങനെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.